2024 ബാങ്ക് എക്സാമുകളുടെ സീസൺ ആരംഭിക്കുകയാണ്. ഗ്രാമീൺ ബാങ്കുകളുടെ ക്ലർക്ക് ആൻഡ് ഓഫീസർ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 1-2 വീക്സിലായിട്ടാണ് എക്സാം വരുന്നത്. ഈ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇന്നത്തെ വീഡിയോ ചെക്ക് ചെയ്യാം. വെൽക്കം ടു എഡ്യൂഗാണറ്റ്. ഞാൻ കലാദീപക്. ഫസ്റ്റ് ടൈം ബാങ്ക് എക്സാമുകൾക്കായി അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ത്രൂ തന്നെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ആദ്യമായിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയിട്ടാണെങ്കിലും അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ അവിടെ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ പ്രസൻസ് അവിടെ ആയിരിക്കണം. എൻ്റർ ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തണം. സ്പെല്ലിംഗ് മിസ്റ്റേക്കോ മറ്റ് തെറ്റുകളോ ഒന്നും വരാൻ പാടില്ല. എക്സാം സെൻറ്റർ ഓപ്റ്റ് ചെയ്യുമ്പോൾ ഒട്ടുമിക്ക എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും എക്സാം സെൻറ്റർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് ഓഗസ്റ്റിലേക്കാണ് എക്സാം എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് അന്നേരത്തേക്ക് ഫേവറബിൾ ആയിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യണം. ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 27 ആണ്. പക്ഷേ ഈ ഡേറ്റ് ഇപ്പോൾ തന്നെ മറന്നേക്കണം. ജൂൺ 20 മനസ്സിൽ സെറ്റ് ചെയ്താൽ മതി. ഈ വീഡിയോ കാണുന്ന ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ 20 മുൻപായിട്ട് അപ്ലൈ ചെയ്ത് തീർത്തിരിക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലേ? IBBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ്. ഇതൊരു നാഷണൽ ലെവൽ എക്സാം ആണ്. ഇന്ത്യയിലെ ഫുൾ കുട്ടികൾ ഈ എക്സാമിന് വേണ്ടി ഈ ഒരു സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യുന്നത്. സ്വാഭാവികമായും ലാസ്റ്റ് ഡേയ്സ് ആകുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. പക്ഷേ എന്തെങ്കിലുമൊക്കെ എറർ കാണിക്കും, ചിലപ്പോൾ പേയ്മെന്റ് പാർട്ടിൽ എത്തുമ്പോഴായിരിക്കും എറർ വരുന്നത്. അങ്ങനെയുള്ള പല പ്രോബ്ലംസും വന്നെന്നിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് നിർബന്ധമായിട്ടും 20 മുൻപ് തന്നെ അപ്ലൈ ചെയ്ത് തീർത്തിരിക്കണം. ഇനി നെക്സ്റ്റ്, ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? എലിജിബിലിറ്റി. ഏജും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുമാണ് അതിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യം. ആദ്യം ഏജ് പറയാം. ഏജ് നോക്കുന്നത് ആസ് ഓൺ ജൂൺ 1 ആണ്, 2024. ഓക്കെ, ആസ് ഓൺ ജൂൺ 1 ആണ് ഏജ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. 2 പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് പറഞ്ഞല്ലോ, ക്ലറിക്കൽ പോസ്റ്റും ഓഫീസർ പോസ്റ്റും. ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് ക്ലറിക്കൽ പോസ്റ്റ്. ഓഫീസർ സ്കെയിൽ 1 എന്ന് പറയുന്നതാണ് PO പോസ്റ്റ്, അതായത് അസിസ്റ്റന്റ് മാനേജർ ലെവലിലേക്കൊക്കെ പോകുന്നത്. സ്കെയിൽ 2ലേക്കും സ്കെയിൽ 3ലേക്കും വിളിച്ചിട്ടുണ്ട്. സ്കെയിൽ 2 എന്ന് പറയുന്നത് ഒരു മാനേജർ ലെവലിലേക്ക് പോകുന്നവരും, സ്കെയിൽ 3 എന്ന് പറയുന്നത് സീനിയർ മാനേജർ ലെവലിലേക്കൊക്കെ പോകുന്നവരാണ്. ആ 2 പോസ്റ്റിനും നമുക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഏതെങ്കിലും ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ 2 ഇയർ 1 ഇയർ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് സ്കെയിൽ 2 സ്കെയിൽ 3 ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എക്സ്പീരിയൻസ് പാർട്ട് നോക്കിയിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലെവലിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഫ്രഷേഴ്സിന് പറ്റുന്നത് ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ്, അതായത് ക്ലർക്കും ഓഫീസർ സ്കെയിൽ 1 അതായത് PO അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ ലെവലുമാണ്. അപ്പോൾ ഏജ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലറിക്കൽ പോസ്റ്റിന്റെ കേസിൽ ജനറൽ, OBC, SC, ST അങ്ങനെ ഏജിൽ വ്യത്യാസം വരുന്നുണ്ട്. ക്ലറിക്കൽ പോസ്റ്റിന് ജനറൽ കാറ്റഗറിക്ക് 28 വയസ്സ് വരെ, OBCക്ക് 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്, അതായത് 31. SC, STക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്, അതായത് 33. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി PWD കാറ്റഗറിയിലേക്ക് വരുന്നവർക്ക് 10 വർഷം അങ്ങനെയൊക്കെ ഇളവ് വരുന്നുണ്ട്. എക്സ് സർവീസ്മെന് 50 വയസ്സ് വരെ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് എഴുതാം. അതുപോലെ തന്നെ വിഡോ, ഡിവേഴ്സ് വിമൻ ആ ഒരു കാറ്റഗറിയിൽ വരുന്നവർക്കും ക്ലറിക്കൽ പോസ്റ്റിന് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതിൽ തന്നെ ജനറൽ കാറ്റഗറിക്ക് 35 ഇയേഴ്സ്, OBCക്ക് 38, SC, STക്ക് 40 ഇയേഴ്സുമാണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. ഇനി ഓഫീസർ പോസ്റ്റ്, അതായത് ഓഫീസർ സ്കെയിൽ 1ലേക്ക് പോകുമ്പോൾ ജനറൽ കാറ്റഗറിക്ക് 30 ആണ് ഏജ് ലിമിറ്റ്, OBCക്ക് 3 വർഷത്തെ റിലാക്സേഷൻ അതായത് 33, SC, STക്ക് 5 വർഷത്തെ റിലാക്സേഷൻ അതായത് 35 വരെയാണ് പറ്റുന്നത്. നെക്സ്റ്റ് നമുക്ക് എഡ്യൂക്കേഷൻ എലിജിബിലിറ്റി നോക്കാം. ഗ്രാജുവേറ്റ് ആയിരിക്കണം, എനി ഡിഗ്രി, പെർസെൻറ്റേജ് പ്രശ്നമല്ല, എനി ഡിഗ്രി. പക്ഷെ ഗ്രാജുവേഷൻ നോക്കുന്നത് ആസ് ഓൺ ജൂൺ 27 ആണ്. അതായത് ഓൾറെഡി നിങ്ങളുടെ റിസൾട്ട് ഒക്കെ വന്ന് നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നോ പ്രോബ്ലം. ബട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കേസിലാണ് പറയുന്നത് ജൂൺ 27, അതായത് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അന്നാണല്ലോ, ആ ഡേറ്റിനുള്ളിലെങ്കിലും നിങ്ങളുടെ റിസൾട്ട് വന്ന് പാസ്സായി എന്നൊക്കെ അറിയുകയാണെങ്കിൽ, സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പാസ്സായെന്ന് അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഡേറ്റിൽ അപ്ലൈ. പക്ഷേ 27 ആണ് ലാസ്റ്റ് ഡേറ്റ്, അത് കഴിഞ്ഞാൽ പറ്റത്തില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി ക്വാളിഫിക്കേഷനിൽ തന്നെ അവർ പ്രത്യേകം ടേബിളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ സൈഡിലേക്ക് വരുമ്പോൾ, ആ ഒരു പേജിലേക്ക് വരുമ്പോൾ അവർ പറയുന്നത് ക്ലറിക്കൽ പോസ്റ്റിന്റെ കേസിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, എനി ഡിഗ്രി. പിന്നെ ക്ലർക്കിനാണെങ്കിലും POയ്ക്കാണെങ്കിലും ഒരു ബേസിക് കമ്പ്യൂട്ടർ നോളജും അതുപോലെ തന്നെ നമ്മൾ ഏത് റീജിയനിലേക്കാണോ ചൂസ് ചെയ്യുന്നത് അവിടുത്തെ ഒരു ലാംഗ്വേജ് നോളജും ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. അത് യൂഷ്വലി എല്ലാ ബാങ്ക് എക്സാമിനും പറയുന്ന കാര്യം തന്നെയാണ്. അതായത് നമ്മൾ കേരളയാണോ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ മലയാളം, തമിഴ്നാടാണെങ്കിൽ തമിഴ്, അങ്ങനെ നമ്മൾ ഏത് റീജിയൻ ആണോ ചൂസ് ചെയ്യുന്നത് അവിടുത്തെ ഒരു ലാംഗ്വേജ് നോളജ് നമുക്ക് ആവശ്യമാണ്. അതിന് പ്രൂഫായിട്ട് 8th സ്റ്റാൻഡേർഡ് തൊട്ട് മുകളിലോട്ട് നമ്മൾ ആ പെർട്ടിക്കുലർ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെന്ന് കാണിക്കാനുള്ള മാർക്ക് ലിസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മതിയാവും പ്രൂഫായിട്ട്. അല്ലെങ്കിൽ അവരൊരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും, റീഡ് റൈറ്റ് സ്പീക്ക് ആണ് നോക്കുന്നത്. അതിൽ ക്ലാരിഫൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അവർ നമുക്കൊരു അഡീഷണൽ 6 months ടൈം ഒക്കെ ലാംഗ്വേജിന്റെ കേസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ പേജിൽ തന്നെ ഓഫീസർ സ്കെയിൽ 1ലേക്ക് വരുമ്പോൾ ചില പെർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻസിന് ഒരു പ്രിഫറൻസ് പറഞ്ഞിരിക്കുന്നത് കാണാം. ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട സകല ക്വാളിഫിക്കേഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ IT, അക്കൗണ്ടൻസി തുടങ്ങിയ ക്വാളിഫിക്കേഷൻ ഒക്കെ. ഇതിനപ്പുറം വരുന്ന അല്ലെങ്കിൽ ഇതിന് പുറത്തേക്കുള്ള ക്വാളിഫിക്കേഷൻസ് വരുന്നവർ അയ്യോ ഇനി ഞങ്ങൾക്ക് കിട്ടില്ലേ എന്നുള്ള പേടിയൊന്നും വേണ്ട, നോ പ്രോബ്ലം, എനി ഡിഗ്രിയാണ് എലിജിബിലിറ്റി. ഗ്രാമീൺ ബാങ്കുകളുടെ നോട്ടിഫിക്കേഷൻസിൽ എപ്പോഴും സ്കെയിൽ 1ന്റെ കേസിൽ ഇത്തരത്തിലുള്ളൊരു പ്രിഫറൻസ് അവർ ചില ക്വാളിഫിക്കേഷനിൽ പറയാറുണ്ടെങ്കിലും എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം മറ്റുള്ളവർക്ക് പറ്റില്ലെന്നോ ഒന്നുമല്ല. നിങ്ങളുടെ പ്രിപ്പറേഷൻ, നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന അനുസരിച്ചൊക്കെ തന്നെ
തന്നെയാണ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഡിഗ്രി പെർസെൻറ്റേജ്, നമുക്ക് അപ്ലൈ ചെയ്യാൻ പെർസെൻറ്റേജ് വിഷയമല്ല, ഗ്രാജുവേറ്റ് ആയിരുന്നാൽ മതി. പക്ഷേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെർസെൻറ്റേജ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്ത് പല കുട്ടികൾക്കും ഒരു ഡൗട്ട്, എങ്ങനെയാണ് ഈ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ പേജ് നമ്പർ 15 പെർസെൻറ്റേജ് കാൽക്കുലേഷൻ രീതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കി നിങ്ങൾക്ക് അത് ക്ലാരിഫൈ ചെയ്യാം. അല്ലെങ്കിൽ മിക്കവാറുമുള്ള കേസുകളിൽ നമ്മുടെ മാർക്ക് ഷീറ്റിനൊക്കെ പുറകിന് ആ ഒരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെയും വ്യക്തമാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ റെസ്പെക്റ്റീവ് യൂണിവേഴ്സിറ്റീസിലൊക്കെ കോൺടാക്ട് ചെയ്ത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺവേർഷൻ ഒക്കെ ഉള്ള മനസ്സിലാക്കി അതുമായിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകാൻ. അതുപോലെ തന്നെ ലാംഗ്വേജിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ നോട്ടിഫിക്കേഷനിൽ കാണാം, ക്രെഡിറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ സിവിൽ സ്കോർ. അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ടത് ആരാന്ന് വെച്ചാൽ, നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഒരു ഇഷ്യൂ, ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും ലോൺ എടുത്തിട്ട് റീപേയ്മെന്റ് കൃത്യമാവാതെ വരിക, അത്തരത്തിലുള്ള കാര്യങ്ങളുള്ളവരെ സത്യം പറഞ്ഞാൽ സിവിൽ സ്കോറിനെ കുറിച്ച് ഓർത്ത് അറിയിക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനത്തെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒന്നും നിങ്ങളുടെ ഒരു പേരിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ സിവിൽ സ്കോറിനെ കുറിച്ച് പറയേണ്ട കാര്യം ഇല്ല. എക്സാമിനേഷൻ ഫീ വരുന്നത് POയ്ക്കും ക്ലർക്കിനും ഒക്കെ ഒരേപോലാണ് ഫീസ് വരുന്നത്. അപ്ലൈ ചെയ്യേണ്ടത് രണ്ടായിട്ടാണ്. ക്ലർക്കിന് വേണ്ടവർ ക്ലർക്കിന് അപ്ലൈ ചെയ്യണം, POയ്ക്ക് വേണ്ടവർ POയ്ക്ക് അപ്ലൈ ചെയ്യണം. അതിന്റെ പ്രത്യേക ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതാത് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരു വ്യക്തിക്ക് തന്നെ രണ്ടിനും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. നിങ്ങൾ ആ പറഞ്ഞ ഏതെങ്കിലും ഗ്രാജുവേഷൻ വേണം, പിന്നെ ഏജിന്റെ കണ്ടീഷൻ രണ്ടിന്റെയും ഞാൻ നേരത്തെ വെവ്വേറെ കാറ്റഗറി വൈസ് പറഞ്ഞല്ലോ, അതും സാറ്റിസ്ഫൈ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും രണ്ടിനും അപ്ലൈ ചെയ്യാം. എക്സാം ഡേറ്റ്സ് ഒക്കെ ഡിഫറെന്റ് ആയിട്ട് തന്നെ വരത്തുള്ളൂ. ഇനി എക്സാമിനേഷൻ ഫീ വരുന്നത് രണ്ടിനും സെയിം തന്നെയാണ്. അതായത് ജനറൽ കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും 850 rupees ആണ്, ക്ലർക്കിനാണെങ്കിലും POയ്ക്കാണെങ്കിലും. SC ST അതേപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, എക്സ് സർവീസ് മെന്നൊക്കെ വരുന്നത് 175 ആണ് കേട്ടോ. ഇനി അപ്ലൈ ചെയ്യുന്നത് IBPSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ്. അതുപോലെ തന്നെ എക്സാമിനേഷൻ പാറ്റേണിനെ കുറിച്ചും പറഞ്ഞുതരാം. ക്ലറിക്കൽ പോസ്റ്റിന് പ്രിലിംസ് മെയിൻസ് 2 ലെവൽ എക്സാം മാത്രം ഓൺലൈൻ. പക്ഷേ PO പോസ്റ്റിൽ വരുമ്പോൾ പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ ഉണ്ടെന്ന് ഓർക്കണം. പ്രിലിംസിന് വരുമ്പോൾ ഗ്രാമീണ ബാങ്കുകളുടെ കേസിൽ 2 സബ്ജക്ട്സ് മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ബാക്കി എല്ലാ ബാങ്ക് എക്സാംസിനും പ്രിലിംസിന്, അതായത് ഫസ്റ്റ് ലെവലിന് 1 hour ആണ് ഡ്യൂറേഷൻ. 3 സബ്ജക്ട്സ് കാണും, റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ് അല്ലെ. പക്ഷെ ഗ്രാമീണ ബാങ്കുകളുടെ കേസിൽ മാത്രം ഇംഗ്ലീഷ് പ്രിലിംസിനില്ല, മെയിൻസിനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിലിംസിന് 2 സബ്ജക്ട്സേ ഉള്ളൂ, റീസണിങ്ങും മാത്സും. ഈ ന്യൂമറിക്കൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത് മാത്സിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. പ്രിലിംസിന്റെ ഡ്യൂറേഷൻ വരുന്നത് 45 minutes ആണ്. ക്ലർക്കിന്റെ കേസിലാണെങ്കിലും POയുടെ കേസിലാണെങ്കിലും ടോട്ടൽ ഡ്യൂറേഷൻ 45 minutes. പ്രത്യേക ടൈമിംഗ് ഒന്നുമില്ല. റീസണിങ്ങും മാത്സും ഒരുപോലെ അവൈലബിൾ ആയിരിക്കും. ആ 45 minutes നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. റീസണിങ്, മാത്സ് എങ്ങനെ ടൈം മാനേജ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഓർത്തോണം, 2 സബ്ജക്ട്സിനും പ്രത്യേകം കട്ട് ഓഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 സബ്ജക്റ്റിനും ആ കിട്ടുന്ന 45 minutes നന്നായിട്ട് സ്കോർ ചെയ്യാൻ തന്നെ ശ്രമിക്കണം. 40 questions വീതമാണ് ഒരു സബ്ജക്റ്റിന് വരുന്നത്, ടോട്ടൽ 80 questions. ഇനി പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവരാണ് മെയിൻസിലേക്ക് വരുന്നത്. മെയിൻസിന്റെ കേസിലും ഒരു ടോട്ടൽ കോമ്പോസിറ്റ് ടൈം ആണ് നമുക്ക് കിട്ടുന്ന എക്സാമിന് ഓഫ് 2 hours. ഈ 2 hours ഒരേപോലെ എല്ലാ സബ്ജക്ട്സും അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ താല്പര്യാർത്ഥം അഗൈൻ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്ത് ചെയ്യാവുന്നതാണ്. മെയിൻസിന് വരുന്നത് റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്, GA, ചെറിയൊരു മാർക്കിന് 20 മാർക്സിന് കമ്പ്യൂട്ടർ നോളജും ഉണ്ട്. GA വരുന്നത് ലൈക്ക് കറണ്ട് അഫയേഴ്സ്, ബാങ്കിങ്, ഫിനാൻസ് കാര്യങ്ങളൊക്കെയാണ്. ബാങ്കിങ്, ഫിനാൻസ് മാത്രമല്ല മറ്റ് ടോപ്പിക്സിൽ നിന്നും വരാം, കറണ്ട് അഫയേഴ്സ് ഒന്നും മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ എക്സാം ഏത് മന്ത് ആണോ അതിനൊരു 6 months പ്രയർ ആയിട്ടുള്ള GA നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അടുത്തത് കട്ട് ഓഫിനെ കുറിച്ച് പറയാം. അതിനു മുമ്പ് നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ കാര്യം പറയാം. നമുക്ക് എഡ്യൂ ഗാർണറ്റിന് 2 months ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഗ്രാമീൺ ബാങ്കിനൊക്കെ വേണ്ടിയിട്ട് നേരത്തെ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത കുട്ടികൾക്കൊന്ന് ബ്രഷപ്പ് ചെയ്യേണ്ട കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. മെയിൻസ് ഉൾപ്പെടെയുള്ള കണ്ടന്റ് ആണ് നമ്മുടെ ക്രാഷ് കോഴ്സിന് വരുന്നത്. ക്ലാസ്, പ്രാക്ടീസ് ക്വസ്റ്റൻ, മോഡൽ എക്സാം, GA കണ്ടന്റ്, അങ്ങനെ ഒരു ഫുൾ പാക്കേജ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. എക്സാം അപ്ഡേറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അവൈലബിൾ ആണ്. 24/7 എൻ്റെ ഫെസിലിറ്റി നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾ മാക്സിമം സമയം കണ്ടെത്തി നമ്മൾ തരുന്ന ഗൈഡൻസ് അനുസരിച്ച് പ്രിപ്പറേഷൻ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വിവരമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ കട്ട് ഓഫിനെ കുറിച്ച് പറഞ്ഞുതരാം. കട്ട് ഓഫ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ബാങ്ക് എക്സാം എന്ന് പറയുന്നത് ഒറ്റ ദിവസമായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ബാങ്ക് എക്സാം ഏതാണെങ്കിലും, കാര്യം ഇതൊരു നാഷണൽ ലെവൽ എക്സാം അല്ലേ, ഇത്രയേറെ കുട്ടികൾ അപ്ലൈ ചെയ്യുന്നതും എഴുതുന്നതൊക്കെ അല്ലേ. അപ്പോൾ ഒരു ദിവസം ഒരു എക്സാം തന്നെ 3-4 ദിവസമായിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഒരു ദിവസം തന്നെ ചിലപ്പോൾ 4 ഷിഫ്റ്റും ഒക്കെ കാണും. അപ്പോൾ ഈ ഓരോ ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഡിഫിക്കൽട്ടി ലെവലും മാറിയെന്നിരിക്കും. അപ്പോൾ എല്ലാ എക്സാംസും കഴിഞ്ഞതിന് ശേഷം എത്ര സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഡിഫിക്കൽട്ടി ലെവലൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് കട്ട് ഓഫിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ സബ്ജക്ട് വൈസും പ്രത്യേകം കട്ട് ഓഫ്, ടോട്ടൽ കട്ട് ഓഫും ഒക്കെ തന്നെ കാണും. അപ്പോൾ ഒരു കാരണവശാലും പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ കട്ട് ഓഫ് ഒന്നും ചിന്തിക്കരുത്. എല്ലാ സബ്ജക്ട്സിനും എല്ലാ ടോപ്പിക്സിനും തുല്യ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. അതുപോലെ തന്നെ എക്സാമിന് പോയിരിക്കുമ്പോഴും, കാര്യം ഒരു നിശ്ചിത സമയമല്ലേ നമുക്ക് കിട്ടുന്നത്, ആ ടൈമിൽ ഓരോ സബ്ജക്റ്റും മാക്സിമം സ്കോർ ചെയ്യാൻ വേണം അവിടെ ശ്രദ്ധിക്കാൻ. സ്കോർ ശരി ഉത്തരത്തിന് 1 മാർക്കും തെറ്റുത്തരത്തിന് 0.25 മാർക്കുമാണ് കുറയുന്നത്.
സോൾവ് ചെയ്യാനുള്ള റഫ് പേപ്പറൊക്കെ നമുക്ക് എക്സാം സെന്ററിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ PET പല കുട്ടികൾക്കും ഒരു ഡൗട്ടാണ്, പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് എന്താണ് എന്നുള്ളത്. ജനറൽ കാറ്റഗറി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്. ലൈക്ക് OBC, SC, ST, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, എക്സ് സർവീസ്മെൻ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക, അത് ഓപ്ഷൻ വെക്കുക. കാര്യം കൊറോണ വന്നതിന് ശേഷം എൻ്റെ ഒരു ഓർമ്മ അനുസരിച്ച് പിന്നീട് ഓൺലൈനായിട്ട് PET കണ്ടക്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീടുകളിൽ ഇരുന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതും അത് കമ്പൽസറി അല്ല, നിങ്ങൾ അപ്ലൈ ചെയ്ത് അറ്റൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഫ്രീ ആയിട്ട് നമുക്ക് കുറച്ച് ഗൈഡൻസും അതുപോലെ തന്നെ കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്, വെറുതെ കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അപ്ലൈ ചെയ്യുക. എക്സാം സെന്റേഴ്സിന്റെ ഒരു വലിയ ലിസ്റ്റ് പേജ് നമ്പർ 53 നല്ലൊരു ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻസിന് 3 ഇടവേ ഉള്ളൂ, ട്രിവാൻഡ്രം, കൊച്ചി ആൻഡ് കോഴിക്കോട്. അതിലൊരെണ്ണം നമുക്ക് ചൂസ് ചെയ്യാം. പ്രിലിംസിന് പിന്നെ ഒട്ടുമിക്ക ഡിസ്ട്രിക്റ്റുകളിലും അവൈലബിൾ ആണ്. അതിന്റെ ഒരു വലിയ ലിസ്റ്റ് ആ ടേബിളിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ഫേവറബിൾ അത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം എക്സാമിന് മുൻപായിട്ട് ഹോൾ ടിക്കറ്റ് വരും. അപ്പോൾ ആ ഹോൾ ടിക്കറ്റിൽ കാണും നമ്മൾ ആ ചൂസ് ചെയ്ത് കൊടുത്ത ആ ഡിസ്ട്രിക്റ്റിൽ എവിടെ വെച്ചാണ്, എപ്പോഴാണ്, എത്ര മണിക്കാണ് പരീക്ഷ എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് പിന്നീട് ഹോൾ ടിക്കറ്റ് വരും. ആ എക്സാം സെന്ററിൽ പോയിട്ടാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഹൗ ടു അപ്ലൈ. പേജ് നമ്പർ 30 കൊടുത്തിട്ടുണ്ട്. IBPSന്റെ സൈറ്റിലൂടെയാണ്, ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അത് ഈ 2 പോസ്റ്റിലേക്കും വെവ്വേറെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന്റെ സെപ്പറേറ്റ് ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ തനിയെ അപ്ലൈ ആണെങ്കിലും മറ്റൊരിടത്ത് പോയി അപ്ലൈ ആണെങ്കിലും നമ്മൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം. ഡീറ്റെയിൽസ് ഒന്നും തെറ്റാതെ നമ്മുടെ എല്ലാ ഡീറ്റെയിലും കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എക്സാം സെന്റർ ചൂസ് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ടായിരിക്കണം. സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട. 4 ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പ്രിഫറബിളി ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ കഴിവതും ബ്ലാക്ക് ഇങ്കിൽ തന്നെ ചെയ്യുക, ഓൺ വൈറ്റ് പേപ്പർ. അതുപോലെ തന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, പിന്നെ നമ്മുടെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. സിഗ്നേച്ചറിനെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം, ക്യാപിറ്റൽ ലെറ്റേഴ്സ് പാടില്ലെന്നാണ്. അതിന്റെ അർത്ഥം എല്ലാ അക്ഷരവും ക്യാപിറ്റൽ ആയിട്ട് എഴുതി വെക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നോർമലി അങ്ങനെ ചെയ്യില്ലല്ലോ. നമ്മുടെ ഫോർമൽ സിഗ്നേച്ചർ എന്താണോ അത് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എങ്ങനെയാണ് എഴുതേണ്ടത് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കും, അതുപോലെ എഴുതിയാൽ മതി. അതും ക്യാപിറ്റൽ പാടില്ല എന്ന് അവർ പറയുന്നുണ്ട്. അതായത് നമ്മൾ യൂഷ്വലി എഴുതുന്ന പോലെ റണ്ണിങ് ലെറ്റേഴ്സിൽ എഴുതുക, നമ്മുടെ സ്വന്തം ഹാൻഡ് റൈറ്റിൽ തന്നെ എഴുതിക്കോണം. അതുപോലെ തന്നെ ഈ 4 കാര്യങ്ങളും ഏത് സൈസിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷന്റെ പേജ് നമ്പർ 55 കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ സൈസിൽ ആക്കണം, എന്നിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. വൺസ് ആ സൈസിലാക്കി കഴിഞ്ഞാൽ സേവ് ചെയ്തിട്ടേക്കണം. അടുത്തടുത്ത പരീക്ഷയ്ക്കൊക്കെ ഇത് തന്നെ ആയിരിക്കും വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ അങ്ങ് എളുപ്പമായിക്കോളും. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്കൊരു വാലിഡ് ഇമെയിൽ ID മൊബൈൽ നമ്പറും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. കാര്യം അതിലേക്ക് എപ്പോൾ വേണമെങ്കിലും അതിലേക്ക് എന്തെങ്കിലും ഇൻഫർമേഷനോ കാര്യങ്ങളൊക്കെ വന്നിരിക്കാം. അപ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, അത് ഉറപ്പുവരുത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേക്കൻസീസിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിൽ നോട്ടിഫിക്കേഷന്റെ പേജ് നമ്പർ 43 ആൻഡ് 44 കൊടുത്തിട്ടുണ്ട്. 43 ക്ലറിക്കൽ പോസ്റ്റിനെയും 44 ഓഫീസർ പോസ്റ്റിനെയും സ്റ്റേറ്റ് വൈസ് കാറ്റഗറി വൈസ് ഒക്കെ വളരെ നീറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളും ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ബാങ്ക് എക്സാംസ് നോക്കുന്നവർ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സ്റ്റാർട്ടിംഗ് മാത്രമാണ്. ഇനി അങ്ങോട്ട് പീക്ക് പീരീഡ് ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഓൺലൈൻ പ്രോഗ്രാം ഉണ്ട്, ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നല്ലോ. നമുക്ക് റെക്കോർഡ് ക്ലാസ്സസ് ആണ്, ബേസ് ടു ഹയർ ലെവൽ വരെയുള്ള ഫുൾ ക്ലാസ്സസ്, അതിൻ്റെ കറസ്പോണ്ടിങ് ടോപ്പിക് വൈസ് പ്രാക്ടീസ് ക്വസ്റ്റൻ, മോഡൽ എക്സാം, GA കണ്ടന്റ്, നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ്, കൃത്യമായിട്ട് സ്റ്റഡി മെത്തഡോളജി പറഞ്ഞു തരും. ഡൗട്ട് ക്ലിയറൻസ് അവൈലബിൾ ആണ്. എക്സാം അപ്ഡേറ്റ്സ് നമ്മുടെ സർവീസ് 24/7 നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൃത്യമായിട്ട് പ്രിപ്പറേഷൻ ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. 2 months ക്രാഷ് കോഴ്സ്, 6 months കോഴ്സ്, 1 year, 2 year, ലൈഫ് ലോങ് എല്ലാ പാക്കേജസും അവൈലബിൾ ആണ്. ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്താൽ മതിയാവും. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.